നമസ്കാരം. ലാപ്പിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് ഫ്ലാറ്റ് സർഫസുകളിന്മേൽ ലാപ്പിംഗ് ചെയ്യുന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ലാപ്പിംഗ് പ്രക്രിയ നിർവചിക്കുക. ലാപ്പിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് സർഫേസ് ലാപ്പ് ചെയ്യുക. തന്നിരിക്കുന്ന മെറ്റീരിയലിനായി ഒരു ലാപ്പിംഗ് കോമ്പൗണ്ട് തിരഞ്ഞെടുക്കുക. സർഫേസ് റഫറൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ഉപയോഗിച്ച് സർഫേസ് ഗുണനിലവാരം പരിശോധിക്കുക. ലാപ്പിംഗ് പേസ്റ്റ് ഇത് ഒരു മീഡിയത്തിൽ മിശ്രണം ചെയ്ത ഉറച്ചിൽ കണകളാണ്. ലാപ്പിംഗ് പേസ്റ്റ് സഹായത്തോടെ വർക്ക് പീസിന്റെ ഡയമെൻഷണൽ കൃത്യതയും ഉപരിതല ഫിനിഷും വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു താഴ്ന്ന മർദ്ദത്തിലുള്ള മെഷീനിംഗ് പ്രക്രിയയാണ് ലാപ്പിംഗ്. ഏകദേശം ±2.5 മൈക്രോമീറ്ററിന് അടുത്ത ടോളറൻസിലേക്ക് അളവനുസരിച്ച് കൃത്യമായ മാതൃകകൾ നിർമ്മിക്കാൻ ലാപ്പിംഗ് പ്രക്രിയകൾ ഉപയോഗിക്കുന്നു. സോയിങ്, ഗ്രൈൻഡിംഗ് എന്നിവ മൂലമുണ്ടാകുന്ന സബ്സർഫേസ് കേടുപാടുകൾ ലാപ്പിംഗ് നീക്കം ചെയ്യുകയും ആവശ്യമായ കനവും ഫ്ലാറ്റ്നെസ്സും നൽകുകയും ചെയ്യുന്നു. ലാപ്പിംഗ് പ്രക്രിയയിൽ ലാപ്പിംഗ് കോമ്പൗണ്ട് ചാർജ് ചെയ്ത ഒരു ലാപ്പിൽ വർക്ക് റബ്ബ് ചെയ്ത് ചെറിയ അളവിലുള്ള മെറ്റീരിയൽ നീക്കം ചെയ്യുന്നു. ലാപ്പിംഗ് കോമ്പൗണ്ടിൽ ഓയിൽ, പാരഫിൻ, ഗ്രീസ് മുതലായ ഒരു ബേസിൽ മിശ്രണം ചെയ്ത സൂക്ഷ്മമായ ഉറച്ചിൽ കണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ലാപ്പിംഗ് മാനുവലായോ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചോ നടത്താം. വെറ്റ് അല്ലെങ്കിൽ ഡ്രൈ അവസ്ഥയിൽ ലാപ്പിംഗ് നടത്താം. വെറ്റ് ലാപ്പിംഗിൽ പ്ലേറ്റിൽ അധിക എണ്ണയും ഉറച്ചിലുകളും ഉണ്ട്. ഡ്രൈ ലാപ്പിംഗിൽ സർഫേസിൽ ഉറച്ചിലുകൾ റബ്ബ് ചെയ്തുകൊണ്ട് മാത്രമേ ലാപ്പ് ചാർജ് ചെയ്യുകയുള്ളൂ. സാമ്പിളിന്റെ കാഠിന്യം, ആവശ്യമുള്ള ഉപരിതല ഫിനിഷ്, മെറ്റീരിയൽ നീക്കം ചെയ്യൽ നിരക്ക്, സാമ്പത്തികം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉറച്ചിലുകൾ തിരഞ്ഞെടുക്കുന്നത്. ലാപ്പിംഗിൽ ഉപയോഗിക്കുന്ന 4 അടിസ്ഥാന തരം ഉറച്ചിലുകൾ ഉണ്ട്. സിലിക്കൺ കാർബൈഡ്, അലുമിനിയം ഓക്സൈഡ് അല്ലെങ്കിൽ അലുമിന, ബോറോൺ കാർബൈഡ്, വജ്രം. ഇപ്പോൾ ഒരു പ്രത്യേക മെറ്റീരിയലിനായി ഒരു ലാപ്പിംഗ് മീഡിയം തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സിലിക്കൺ കാർബൈഡ് കഠിനമായ ഉരുക്കിനും കാസ്റ്റ് ഉറുമ്പിനും ഉപയോഗിക്കുന്നു. അലുമിനിയം ഓക്സൈഡ് അല്ലെങ്കിൽ അലുമിന സോഫ്റ്റ് സ്റ്റീലുകൾക്കും നോൺ ഫെറസ് ലോഹങ്ങൾക്കും ഉപയോഗിക്കുന്നു. ബോറോൺ കാർബൈഡ് ഡൈകൾക്കും ഗേജുകൾക്കും ഉപയോഗിക്കുന്നു. ഡയമണ്ട് ടങ്സ്റ്റൺ കാർബൈഡിനായി ഉപയോഗിക്കുന്നു. ലാപ്പിംഗ് പേസ്റ്റ് അല്ലെങ്കിൽ ലാപ്പിംഗ് കോമ്പൗണ്ട് എന്നത് അനുയോജ്യമായ ബേസിലുള്ള കട്ടിയുള്ള ഉറച്ചിലുകളുടെ അഥവാ ലാപ്പിംഗ് മീഡിയം എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ മിശ്രിതമാണ്. ഇവ ഗ്രീസ് അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്ന ലൂബ്രിക്കൻ്റ് പോലെയുള്ള ഓയിൽ അടിസ്ഥാനമാക്കിയുള്ളതാകാം. ലാപ്പിംഗ് ബേസ് ഇവയ്ക്ക് സഹായമാകുന്നു. ലാപ്പിംഗ് പ്ലേറ്റിൽ ഉറച്ചിലുകളുടെ സാന്ദ്രത തടയുക, കട്ടിംഗ് പ്രവർത്തനം നിയന്ത്രിക്കുക, സർഫേസ് ലൂബ്രിക്കേറ്റ് ചെയ്യുക. സാധാരണയായി ഉപയോഗിക്കുന്ന ബേസുകൾ ഇവയാണ്: വെള്ളത്തിൽ ലയിക്കുന്ന കട്ടിംഗ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, മെഷീൻ ഓയിലുകൾ, പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ ഗ്രീസ്. ലാപ്പിംഗ് പ്ലേറ്റിനെയും ലാപ്പിംഗ് പ്രക്രിയയെയും കുറിച്ച് നമുക്ക് പഠിക്കാം. കൃത്യമായി മെഷീൻ ചെയ്ത് ഗ്രൂവ് കട്ടുകളോട് കൂടിയ കാഠിന്യമുള്ള ഒരു ഫ്ലാറ്റ് പ്ലേറ്റാണ് ലാപ്പിംഗ് പ്ലേറ്റ്. ഏതാണ്ട്
എല്ലാ ഉപയോഗങ്ങൾക്കും ലാപ്പിംഗ് പ്ലേറ്റുകളുടെ ഒരു വലിയ നിര ലഭ്യമാണ്. ജനറൽ എഞ്ചിനീയറിംഗ് ആവശ്യങ്ങൾക്കായുള്ള കാസ്റ്റ് അയൺ പ്ലേറ്റുകൾ, സെറാമിക്, മറ്റ് ഹാർഡ് മെറ്റീരിയലുകൾക്കുള്ള സെറാമിക് പ്ലേറ്റുകൾ, ഇലക്ട്രോ ഓപ്റ്റിക് മെറ്റീരിയലുകൾക്കുള്ള ഗ്ലാസ് പ്ലേറ്റുകൾ, റഫ് ലാപ്പിംഗിനായി ഹാർഡ്നഡ് സ്റ്റീൽ പ്ലേറ്റ്, പാഡ് പോളിഷിംഗിനായി അലുമിനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകൾ, ഡയമണ്ട് പോളിഷിംഗിനായി ചെമ്പ്, ടിൻ, ആൻറ്റിമണി തുടങ്ങിയ പ്രകൃതിദത്ത ലോഹ പ്ലേറ്റുകൾ. വലിയ ഏരിയ ഉള്ള പരന്ന പ്രതലങ്ങൾക്ക് ഗ്രൂവ്ഡ് ലാപ്പിംഗ് പ്ലേറ്റുകളാണ് നല്ലത്. സിലിണ്ടർ ലാപ്പിംഗിന് ഗ്രൂവുകളില്ലാത്ത ലാപ്പിംഗ് പ്ലേറ്റുകളാണ് അഭികാമ്യം. ഈ ലാപ്പിംഗ് പ്ലേറ്റ് വർക്ക് ബെഞ്ചിൽ ആടിയുലയാതെ ഫ്ലാറ്റായിരിക്കണം. വർക്ക് പീസ് പിടിക്കുന്ന രീതി ലാപ്പിംഗ് പ്ലേറ്റിനൊപ്പം ചെരിയാതെയും കുലുക്കമില്ലാതെ നീങ്ങുന്ന തരത്തിലുമായിരിക്കണം. പ്ലേറ്റിൽ ലാപ്പിംഗ് മീഡിയം സ്മിയർ ചെയ്ത ശേഷം ലാപ്പ് പ്ലേറ്റിൻ്റെ സർഫേസ് ചാർജ് ചെയ്യുക. വർക്ക് നീക്കുമ്പോൾ വിരൽത്തുമ്പുകൾ ഉപയോഗിച്ച് താഴേക്ക് മർദ്ദം പ്രയോഗിക്കുക. ലാപ്പിംഗ് സമയത്ത് എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വ്യത്യസ്ത ചെറിയ ഭാഗങ്ങളിൽ പ്ലേറ്റ് തേയ്മാനം ഒഴിവാക്കാൻ ലാപ്പിംഗ് പ്ലേറ്റിൻ്റെ മുഴുവൻ സർഫേസും ഉപയോഗിക്കുക. ലാപ്പിംഗ് സമയത്ത് ഒരിടത്ത് തന്നെ നിന്നു പോകരുത്. മങ്ങിയ പ്രതലത്തിലൂടെ ലാപ്പ് ചെയ്ത സർഫേസ് തിരിച്ചറിയാം. ലാപ്പ് ചെയ്യുന്ന മുഴുവൻ ഉപരിതലവും മങ്ങിയതായി കാണുന്നതുവരെ ലാപ്പിംഗ് തുടരണം. മുഴുവൻ ഉപരിതലവും ലാപ്പ് ചെയ്യുമ്പോൾ മണ്ണെണ്ണ ഉപയോഗിച്ച് ഉപരിതലം വൃത്തിയാക്കി വർക്ക് പീസ് പരിശോധിക്കുക. ലാപ്പിംഗിൻ്റെ നടപടിക്രമം നമുക്ക് പഠിക്കാം. ലാപ്പിംഗ് പ്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇവയാണ്: സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ, വെർനിയർ കാലിപ്പർ, ഹാക്സോ ഫ്രെയിം വിത്ത് ബ്ലേഡ്, ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് ഫയൽസ്, ഡോട്ട് പഞ്ച്, സ്ക്രൈബർ, മാർക്കിംഗ് മീഡിയ, ball peen hammer, bench vise, lapping plate, lapping compound. ലാപ്പിംഗിനായി നമുക്ക് വർക്ക് പീസ് തയ്യാറാക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയലിൻ്റെ അളവുകൾ പരിശോധിക്കുക. ഒരു ബസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് 6 ഫേസുകളും ഫയൽ ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സമാന്തരതയും ലംബതയും ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ജെന്നി കാലിപ്പറും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് ഡ്രോയിംഗ് അനുസരിച്ച് സൈസ് അടയാളപ്പെടുത്തുക. ഒരു ഡോട്ട് പഞ്ചും ബോൾ പീൻ ഹാമറും ഉപയോഗിച്ച് വിറ്റ്നസ് ലൈനുകൾ മാർക്ക് ചെയ്യുക. ലഭ്യമായ റോ മെറ്റീരിയലുകൾ ആവശ്യമായ വലുപ്പത്തേക്കാൾ 3 mm വലുതാണെങ്കിൽ അധിക മെറ്റീരിയൽ ഹാക്സോ ചെയ്യുക. ബസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് റഫ് ഫയൽ ചെയ്ത ശേഷം 70 mm × 70 mm × 10 mm വലുപ്പത്തിൽ സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സമാന്തരതയും ലംബതയും ഉറപ്പാക്കുക. നമുക്ക് ലാപ്പിംഗ് നടപടിക്രമത്തെക്കുറിച്ച് പഠിക്കാം. ലാപ്പിംഗ് പ്ലേറ്റ് കുലുങ്ങാത്ത വിധം ഉറച്ച പ്രതലത്തിൽ വയ്ക്കുക. ലാപ്പിംഗ് പ്ലേറ്റിൽ വർക്ക് പൊസിഷൻ ചെയ്യുക. ലാപ്പിംഗ് പ്ലേറ്റിൻ്റെ ഉപരിതലത്തിൽ ലാപ്പിംഗ് മീഡിയം അപ്ലൈ ചെയ്യുക. വർക്ക് കൈയിൽ മുറുക്കി പിടിക്കുക. ഫിനിഷിങ്ങിന് ആവശ്യമുള്ള ഉപരിതലം ലാപ്പ് ചെയ്യുക. ലാപ്പിംഗ് പ്ലേറ്റിൽ എപ്പോഴും ഈർപ്പം സൂക്ഷിക്കുക.
അമിതമായ സമ്മർദ്ദം ഒന്നും നൽകരുത്. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ഫ്ലാറ്റ്നെസ് പരിശോധിക്കുക. ആവശ്യമായ സർഫേസ് ഫിനിഷ് കൈവരിക്കുന്നതുവരെ ലാപ്പിംഗ് പ്രക്രിയ പിന്തുടരുക. റഫ്നെസ് സാമ്പിളുകളുടെ സെറ്റ് ഉപയോഗിച്ച് സർഫേസ് റഫ്നെസ് പരിശോധിക്കുക. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ചത്: ലാപ്പിംഗ് പ്രക്രിയ നിർവചിക്കുക, ലാപ്പിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് സർഫേസ് ലാപ്പ് ചെയ്യുക, തന്നിരിക്കുന്ന മെറ്റീരിയലിനായി ഒരു ലാപ്പിംഗ് കോമ്പൗണ്ട് തിരഞ്ഞെടുക്കുക, സർഫേസ് റഫ്നെസ് സ്റ്റാൻഡേർഡ് സെറ്റ് ഉപയോഗിച്ച് സർഫേസ് ഗുണനിലവാരം പരിശോധിക്കുക. അപ്പോൾ ലാപ്പിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് ലാപ്പിംഗ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.